ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. നമ്മുടെ ചുറ്റും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 2026 നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണൽ ഹാർമണി കേരളത്തിൽ ഒത്തിരി ഉണ്ട്. കമ്മ്യൂണൽ ഹാർമണി ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ഇതൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയാമായിരിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നീഡ് ഓഫ് ദ ആർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് 2007 റിലീസായ ധർം എന്നൊരു മൂവിയുണ്ട്. ഭാവന തൽവാർ എന്ന് പറയുന്ന ആളാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. പുള്ളിക്കാരി ഡെബ്യൂട്ടൻ ഡയറക്ടറാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നത്. വാരാണസിയിലാണ് ഇത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അല്ല, കൂടുതൽ അല്ല, എല്ലാം വാരാണസി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് പങ്കജ് കപൂർ, ഷാഹിദ് കപൂറിന്റെ ഫാദർ പങ്കജ് കപൂർ, പങ്കജ് ത്രിപാഠി, സുപ്രിയ പഥക്, ഇവരൊക്കെയാണ് ഈ പടത്തിന്റെ വൺ ഓഫ് ദ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇത് ആ സമയത്ത് ഇറങ്ങിയതിൽ നർഗീസ് ദത്ത് അവാർഡ് വിൻ ചെയ്തൊരു മൂവി കൂടെയാണ്. നാഷണൽ അവാർഡ് കൊണ്ട് അത്രയും തന്നെ പ്രാധാന്യം വെച്ചൊരു മൂവി കൂടെയാണത്. ഇത് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ വാരാണസിയിൽ നടക്കുന്ന ഒരു പുരോഹിതന്റെ കഥയാണ്. അപ്പൊ പുരോഹിതന്റെ ഒരു വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇത് തന്നെ ചെയ്തു വരുന്നത് അമ്പലത്തിലെ പൂജാരിയും പൂജകളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു പുരോഹിതന്റെ ജീവിതത്തിലേക്ക് നടന്നു വരുന്ന പല സംഭവങ്ങളും റിലേറ്റ് ആകുന്ന വേറെ എന്താ പറയുന്നത്, അൺലെസ് ആൻഡ് അൺടിൽ ഐ സേ ദ വേർഡ് അല്ലെ, വേറെ കാസ്റ്റ് റിലീജിയൻ ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ലൈഫിലേക്ക് വരുന്ന അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് എത്രത്തോളം ബാധിക്കുന്നെന്നോ ഒരു കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ വരുന്നെന്നോ, അങ്ങനെ പുള്ളി ഒരു പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് പുള്ളി എത്രത്തോളം വലുതായെന്നോ, മതത്തിനെക്കാട്ടിൽ വലുതാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പറയുന്നത് കമ്മ്യൂണൽ ഹാർമണി. ഞാൻ പറയുന്നത് കമ്മ്യൂണൽ ഹാർമണിയൊക്കെ ഭയങ്കര സീരിയസ്ലി ആൻഡ് സട്ടിലായിട്ട് അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു മൂവിയാണ്. വാരാണസിയും അങ്ങനത്തെ ഉള്ള മൂവീസ് ഒക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ടെൻഷൻ ഒന്നും ഇടിച്ചിരുന്ന് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി സ്ട്രോങ് സബ്ജക്ട് ദേ ആർ ട്രൈങ് ടു സേ കേട്ടോ. നമ്മുടെ 2026 എന്തൊക്കെയാണ് നടക്കുന്നത്? ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ആൾക്കാർ പോയി തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടിയുണ്ടാക്കുന്നതൊക്കെ പറയുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് ധർമ്മം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ അവൈലബിൾ ഇൻ യൂട്യൂബ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ അണ്ടർ ദ കമന്റ് സെക്ഷൻ. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4.5 out of 5 for this movie, and if you have seen it, just let me know in the comment section. Thank you so very much. See you soon.